ശ്രീമഹാദേവ്യൈ നമഃ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 11-ാം സ്കന്ധം 16-ാം അധ്യായം മുതൽ 24-ാം അധ്യായം കൂടി ഈ 11-ാം സ്കന്ധത്തിൽ ഗായത്രിയെക്കുറിച്ച് പറയണു. തുടർന്ന് 12-ാം സ്കന്ധത്തിൽ 7 അധ്യായം ഗായത്രി തന്നെയാണ്. 16 അധ്യായങ്ങളെ കൊണ്ട് 1066 ശ്ലോകങ്ങൾ ഗായത്രിയെക്കുറിച്ച് പറയണു. 145 ശ്ലോകങ്ങളെ കൊണ്ട് 1008 നാമങ്ങൾ ഗായത്രി സഹസ്രനാമമായിട്ട് അക്ഷരമാലാക്രമത്തിൽ പറഞ്ഞു തരണു. ദേവീഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉപാസന ഗായത്രി ഉപാസന, അത് വളരെ നിർബന്ധമായിട്ട് പറയണു. അത് ചെയ്യാഞ്ഞാൽ മുക്തി കിട്ടില്ല എന്ന് പറയണു, ബ്രാഹ്മണ്യം കിട്ടില്ല എന്ന് പറയണു, വിദ്യ കിട്ടില്ല എന്ന് പറയണു, ചെയ്താലത്തെ ഫലത്തെക്കുറിച്ച് പറയണു, പാപമോചനം, കർമ്മവാസനാമോചനം, മുക്തി, ഇഹസുഖം എല്ലാം ഈ ഗായത്രി ഉപാസന കൊണ്ട് ലഭിക്കണം. അത് തിരുമുമ്പ് വളരെ ഭംഗിയായിട്ട് മലയാളത്തിൽ പദാനുപദ അല്ലെങ്കിൽ ശ്ലോകാനുശ്ലോക വൃത്താനുവൃത്ത പരിഭാഷയായിട്ട് നമുക്ക് തന്നിരിക്കണം. അത് ഒന്ന് പാരായണം ചെയ്യാം. ആദ്യത്തെ 16-ാമത്തെ അധ്യായം ആദ്യത്തെ അധ്യായമാണ്. അതിൽ 106 ശ്ലോകങ്ങളാണ് ഉള്ളത്. നമുക്കത് കേൾക്കാം. രാവിലെ, ഉച്ചയ്ക്ക്, സായം സന്ധ്യയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഈ സന്ധ്യോപാസനയുടെ ഫലം എന്താണ്? ശൈവ വൈഷ്ണവ ശാക്തേയ വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാ ദേവീദേവന്മാരും ഋഷിക്കളും ഭക്തരും മുനിമാർ, ബ്രാഹ്മണർ, ഋഷികൾ എല്ലാവരും ഒരേപോലെ ഗായത്രി ഉപാസന ചെയ്യണു. ഊർജസ്രോതസ്സാണ്. സൂര്യനിൽ നിന്ന് സവിതാവ് ഗായത്രി ദേവി നമുക്ക് കഴിവുകൾ, അതേപോലെ വളരാൻ വേണ്ടത് എന്തൊക്കെയാണോ വേണ്ടത് ആ വൃദ്ധിപ്രദം അത് മുഴുവൻ തരണു. പ്രകാശം തരണു, ഊർജം തരണു. നമുക്കത് കേൾക്കാം. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 11-ാം സ്കന്ധം 16-ാം അധ്യായം. ശ്രീനാരായണൻ നാരദ സംവാദത്തിലൂടെയാണ് ഗായത്രി കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് നാരായണൻ യാത്രയാവണു. പിന്നീട് വ്യാസൻ തന്നെയാണ് ജനമേജയന് മണിദ്വീപ വർണ്ണനി കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ നാരായണനെ കൊണ്ടാണ് ഗായത്രി പറയിച്ചത് വ്യാസൻ എന്ന് സാരം. നരനാരായണന്മാരാണ് നാരദന് ബദര്യാശ്രമത്തിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീനാരായണൻ. ഓം. ഇനി കേൾക്കുക നീ സന്ധ്യോപാസനം പുണ്യമുത്തമം, ഭസ്മധാരണ മഹാത്മ്യം വിസ്തരിച്ചു പറഞ്ഞു ഞാൻ. പ്രാതസന്ധ്യാവിധാനത്തെ പറയാം ആദ്യമായി മുനേ. വെള്ളകീറുന്ന നേരത്തും നട്ടുച്ചയ്ക്കും അതേപടി സൂര്യാസ്തമയകാലത്തും സന്ധ്യോപാസന ചെയ്യണം. ഇവിടെ ദിനചര്യകളെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് 11-ാം സ്കന്ധത്തിൽ ആദ്യം. പിന്നെ കുറി, രുദ്രാക്ഷമാല, രുദ്രാക്ഷം മാഹാത്മ്യം, അതേപോലെ ഭസ്മമാഹാത്മ്യം, അങ്ങനെയുള്ള എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഇനി ഗായത്രിയിലേക്ക് കടക്കുന്നത്. ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച. അപ്പോൾ അതിൽ ഗായത്രി ഉപാസന പ്രത്യേകമായിട്ട് പറയണം. വെള്ള കീറുന്ന നേരത്തും നട്ടുച്ചയ്ക്കും അതേപടി സൂര്യാസ്തമയകാലത്തും സന്ധ്യോപാസന ചെയ്യണം. അത് ഏറ്റവും മിനിമമായിട്ട് പറഞ്ഞതാണ്. രാത്രിയുടെ 4-ാമത്തെ യാമത്തിൽ അരമണിക്കൂർ ഈ ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം പ്രാണായാമാദി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രക്രിയ, അത് അരമണിക്കൂറോ 1 മണിക്കൂറോ തേവാരം എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. അത് കഴിഞ്ഞ് ഗായത്രി ഉപാസന. അപ്പോഴേക്കും വെളിച്ചാവില്ല എന്നർത്ഥം. 1008 ഈ ഗായത്രി ജപിച്ചതിന് ശേഷമേ സൂര്യൻ ഉദിക്കാവൂ. അതൊക്കെയാണ് നിയമം. ഒന്നും എളുപ്പമല്ല. അതേപോലെ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൽ നിർബന്ധമായിട്ടും ഗായത്രി ഉപാസന വേണം. തൽചക്ഷുർദേവഹിതം ശുക്രം ഉച്ചരൽ പശ്യേമ ശരദശതം ജീവേമ ശരദശതം എന്നാണ്. 100 കൊല്ലം സുഖമായിട്ട് ജീവിക്കാനുള്ള ഉപാസനയാണ് സന്ധ്യ ഉപാസന. അതേപോലെ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ 1008 ഗായത്രി ജപിക്കണമെന്നാണ്.
തദ്ഭേദങ്ങളെയും ചൊല്ലാം കേട്ടാലും മുനിസത്തമ. താരം മായാത്ത പുലരി ഉത്തമം ലുപ്തതാരകം മധ്യമം സാർക്കം അധമം പ്രാതസന്ധ്യകൾ മൂവിധം. ഇപ്പം എല്ലാ സന്ധ്യയ്ക്കും ഇങ്ങനെയാണ്. രാവിലെ ഉദിക്കുന്നതിന് മുന്നേ വേണം, അതേപോലെ അസ്തമിക്കുന്നതിന് മുന്നേ വേണം, പിന്നെ ഉച്ച തിരിയുന്നതിന് മുന്നേ വേണം. ഇതാണ് അതിൻ്റെ നിയമം. ഉത്തമം സാർക്കമാണെങ്കിൽ അസ്തമിക്കുകിൽ മധ്യമം, നക്ഷത്രം കാൺകിൽ അധമം സായം സന്ധ്യകൾ മൂവിധം. വിപ്രൻ വൃക്ഷം വേരുതാൻ സന്ധ്യ, വേദം ശാഖാജാലം ധർമ്മകർമ്മങ്ങൾ പത്രം മൂലം രക്ഷിക്കണം എമ്മട്ടും, അല്ലെന്നാലോ നിൽക്കാ വൃക്ഷമോ കൊമ്പുതാനോ. ഇപ്പോൾ ഒരു വൃക്ഷമായിട്ട് ഈ കർമ്മത്തെ ഒന്ന് ബന്ധിപ്പിക്കുകയാണെങ്കിൽ വൃക്ഷം ആണ് ബ്രാഹ്മണൻ. ഇപ്പോൾ ബ്രാഹ്മണ ജന്മം കിട്ടുക ഭാരതത്തിൽ, വേദജ്ഞനാവുക, അതത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഒരു വൃക്ഷമാണ് ഈ ബ്രാഹ്മണ ഭാവം എന്ന് കൂട്ടുക. അപ്പോൾ അതിൽ സന്ധ്യ എന്നുള്ളത് വേരാണ്. അപ്പോൾ വേരിലേക്കാണല്ലോ നനയ്ക്കേണ്ടത്. അതേപോലെ വേദം എന്നുള്ളത് കൊമ്പുകളാണ്. അതേപോലെ ധാർമ്മിക കർമ്മങ്ങൾ അതിൻ്റെ ഇലകളാണ്. അപ്പം അതുകൊണ്ട് ഈ വേരിനെ രക്ഷിക്കുകയാണ് വേണ്ടത്. വേരിനെ രക്ഷിക്കുന്നത് സന്ധ്യ ഉപാസനയാണ് വേണ്ടത്, സന്ധ്യാവന്ദനം എന്ന് സാരം. അല്ലെങ്കിലോ ഈ വൃക്ഷം നിലനിൽക്കുമോ? ഇല്ല. കൊമ്പുണ്ടാവുമോ, ഇല ഉണ്ടാവുമോ, കായ ഉണ്ടാവുമോ, ഫലം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വേരിനാണ് പ്രാധാന്യം. അപ്പോൾ അതിൽ ബ്രാഹ്മണനാണെന്ന് വെച്ചാൽ സന്ധ്യാവന്ദനത്തിന് പ്രാധാന്യം എന്ന് സാരം. സന്ധ്യോപാസന ചെയ്യാതെ വിഗണിക്കുന്നൊരന്തണൻ ജീവിക്കെ ശൂദ്രനായി വാഴ്വൂ ജനിപ്പൂ പിന്നെ നായയായി. പിന്നീടുള്ള ജന്മം നായയായിട്ടാണ്. സന്ധ്യ ഉപേക്ഷിച്ചാൽ നായയുടെ ജന്മമാണെന്നർത്ഥം. അതാണ്. അതിനാൽ നിത്യവും ശ്രേഷ്ഠം സന്ധ്യോപാസന ചെയ്യണം, അല്ലാഞ്ഞാൽ കർമ്മം ഏതിനും അനർഹത ഭവിച്ചിടും. പ്രാതസായങ്ങൾക്കു ശേഷം 3 നാഴികയോളവും ഉപാസിക്കാം മുനെ, പക്ഷേ പ്രായശ്ചിത്തം നടത്തണം. സ്വല്പം നേരം വൈകിയെന്നാൽ അർഘ്യമൊന്നേറെയേകണം, അതിലും വൈകിയാൽ 800 ഉരു ഗായത്രി താൻ വിധി. തത്തത്കാലാധീശ്വരിയാം സന്ധ്യാദേവിയെ ആദ്യമായി ഉപാസിച്ചും കൊണ്ടുവേണം കർമാനുഷ്ഠാനമൊക്കെയും. സാമാന്യേന ഗൃഹം മധ്യമാഖ്യം ഗോശാല അവിധം ഉത്തമം നദിതൻ തീരം ദേവീക്ഷേത്രം മഹോത്തമം. എവിടെ ഇരുന്നിട്ടാണ് ഗായത്രി ജപിക്കേണ്ടത് എന്നാണ്. നമ്മളൊക്കെ സാധാരണ ഗൃഹത്തിലിരുന്നിട്ടാണ് ചെയ്യുക. അത് ഏറ്റവും താഴെയാണ്. പശു തൊഴുത്തിലിരുന്നിട്ട്, അതേപോലെ ഈ ആല്, തുളസി, കൂവളം അവിടെയൊക്കെ ഇരുന്ന് ജപിക്കുമ്പോൾ കൂടുതൽ. പിന്നെ നദിയുടെ തീരത്താണെന്ന് വെച്ചാൽ കൂടുതൽ, ക്ഷേത്രത്തിലാണെന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ. ഗായത്രി ഉപാസനയ്ക്കാവുന്നത്ര ദേവീ സമീപമായി മൂവന്തിയും അനുഷ്ഠിക്കിൽ അനന്തം താൻ അതിൻ ഫലം. ഇതിലും മീതെ വിപ്രർക്ക് വേറെയിൽ ഒരു ദൈവതം വിഷ്ണുവേയോ ശിവനെയോ ഭജിച്ചിടുകിലും മുനെ നൽകാൻ നിത്യഫലം. സാക്ഷാൽ ദേവി ഉപാസന പോലവേ വേദപ്രോക്തം വേദസാരം ഗായത്രി ദേവി ഉപാസനം. ബ്രഹ്മാതിരം ജപിക്കുന്നു ഭജിച്ചിടുന്നു സന്ധ്യയെ, ജപിപ്പൂ വേദവും വേദോപാസ്യേ എന്നവൾ കീർത്തിത. ജപിപ്പൂ വേദവും വേദോപാസ്യ എന്നവൾ കീർത്തിത. ഗായത്രിയാമാദിശക്തി തന്നെ പൂജിക്കയാൽ ദ്വിജർ ശക്തർ താൻ വൈഷ്ണവന്മാരും അല്ല ശൈവരുമല്ലവർ ആചമിച്ചാശു ചെയ്യണം പ്രാണായാമം മുനീശ്വര. ഇപ്പോൾ ഇവിടെ ശൈവർന്നോ വൈഷ്ണവർന്നോ ശാക്തയർന്നോ വ്യത്യാസമില്ലാതെ കണ്ടാണ് ഗായത്രി ഉപാസന എല്ലാവരും ചെയ്യാറ്. മാത്രമല്ല അതിൽ 24 വിഷ്ണുവിൻ്റെ നാമങ്ങളെ സ്മരിച്ച് ന്യാസാദികൾ ചെയ്ത് ശുദ്ധി വരുത്തി എന്നിട്ട് വേണം ഇത് തുടങ്ങാനെന്നാ. അപ്പോൾ എത്ര പ്രാധാന്യമുണ്ട്. ഓം ആദ്യമായി കേശവൻ ആചമിച്ചാശു ചെയ്യണം പ്രാണായാമം മുനീശ്വര. ആദ്യമായി കേശവൻ, നാരായണൻ, മാധവനും, ക്രമാൽ ഗോവിന്ദൻ, വിഷ്ണുവും, പിന്നെ മധുസൂദനനും, തഥാ ത്രിവിക്രമൻ, വാമനനും, പിന്നെ ശ്രീധരൻ അവ്വിധം, ഹൃഷീകേശൻ, പത്മനാഭൻ, ദാമോദരൻ, അതിൽ പരം സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധനും, അധോക്ഷജൻ, നാരസിംഹം, അച്യുതൻ, പുരുഷോത്തമൻ, ജനാർദ്ദനൻ, ഉപേന്ദ്രാഖ്യൻ, ഹരി, കൃഷ്ണനും. ഇങ്ങനെ 24 നാമങ്ങളാണ്. കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഹൃഷീകേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ, സംഘർഷണായ നമ, വാസുദേവായ നമ, പ്രദ്യുമ്നായ നമ, അനിരുദ്ധായ നമ, അധോക്ഷജായ നമ, നാരസിംഹായ നമ, അച്യുതായ നമ, പുരുഷോത്തമായ നമ, ജനാർദ്ദനായ നമ, ഉപേന്ദ്രായ നമ, ഹരയേ നമ, ശ്രീകൃഷ്ണായ നമ. ഇങ്ങനെ 24 നാമങ്ങളെ അത്
ന്യസിക്കുക, ജപിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഓങ്കാരപൂർവം മൂവെട്ടു തിരുനാമങ്ങളാൽ മുനെ സ്വാഹാന്തമാദ്യം സ്പർശിക്കുക നമോന്ത്യമായി. പിന്നെ ഹോമാദികളൊക്കെ ചെയ്യാം. എന്തൊക്കെയാ ആ നാമങ്ങളെ കൊണ്ട് എന്ത് വേണമെച്ചാൽ ചെയ്യാം. ആദ്യത്തെ 3 ആചമിക്കുക, 2 കൈ കഴുകിയിടുക, മുഖം വടിക്കുക, ഈ 2 പിന്നീട് വിധി പോലവേ ഓരോന്നാൽ കൈകാൽ ശിരസ്സുകളിൽ പ്രോക്ഷിക്കുക. വേണ്ടപോൽ സംഘർഷണാദി 12 അംഗസ്പർശം നടത്തുക. ആചമിക്കുമ്പോൾ ഇടതാൽ വലം കൈ തൊട്ടുകൊള്ളണം. ഇടം കൈയാൽ തൊട്ടിടായികൾ ജലം നിർമ്മലമായി വരാം. ഗോകർണ ആകൃതി ഹസ്തത്തിൽ ഉഴുന്നുമണിയോളമായി ആചമിക്കണം. ഏറ്റക്കുറച്ചിലായാൽ മധ്യതുല്യമാം ആകുഞ്ചിത അങ്കുലികളായി കനിഷ്ഠാങ്കുഷ്ടകങ്ങളെ വിടർത്തി തൻ വലം കൈയാൽ ആചമിപ്പതു താൻ വിധി. ഇതൊക്കെ ആചമിക്കുന്നതിൻ്റെ ചില നിയമങ്ങളാണ്. അത് ബ്രാഹ്മണർക്ക് വളരെ പ്രധാനമായിട്ട്. പ്രണവസ്മൃതിയൊത്ത അശോത്തൂര്യപാദസമന്വിതം ജപിക്കുക ഗായത്രി. പിന്നെ പ്രാണായാമം നടത്തുക. വലത്താൽ രേചകം, ഇടം നാസയാൽ ചെയ്യുക പൂരകം. കുംഭകത്താൽ ധാരണവും പ്രാണായാമം ഇതായി വരും. കനിഷ്ഠ അനാമികകളാൽ ഇടത്തെ നാസയും തഥാ അങ്കുഷ്ഠത്താൽ വലത്തേതും അമർത്തുക യഥാക്രമം. ഇത് പ്രാണായാമത്തിന് കൈ, മൂക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള വിവരങ്ങളാണ്. നാസാദ്വാരം 2 ഒന്നിച്ചമർത്തി ചെയ്യുക കുംഭകം. ചൂണ്ടാണിയും നടുവിരൽ താനും വർജിക്കണം പുമാൻ. രേചകത്താൽ വായോ പുറന്തള്ളൽ, ഉള്ളോട്ടെടുക്കൽ താൻ പൂരകം സാമ്യമായി നിർത്തൽ. കുംഭകം പരികീർത്തിതം. പൂരകം ചെയ്തിടുന്നേരം നീലത്തണ്ടലർവർണ്ണനായി കൈ 4 വിഷ്ണുവേ തൻ നാഭിമധ്യത്തിലോർക്കണം. കുംഭകം ചെയ്തിടുന്നേരം മുഖം 4 പത്മജൻ ജഗന്നാഥൻ ബ്രഹ്മദേവൻ തന്നെ ധ്യാനിക്ക ഹൃത്തിലായി. രേചകം ചെയ്തിടുന്നേരം ശുദ്ധസ്ഫടികവർണ്ണനായി നിർമ്മലൻ ശ്രീശിവൻ തന്നെ ഭ്രൂമധ്യത്തിൽ സ്മരിക്കുക. പൂരകത്താൽ വിഷ്ണു സാത്മ്യം ബ്രഹ്മത്വം. കുംഭകത്തിനാൽ രേചകത്താൽ സിദ്ധമാവും ശിവസായോജ്യവും മുനെ. പൗരാണാചമനാദ്യങ്ങളോതി തന്നേൻ മുനീശ്വര. ശ്രൗതം ആചമനം മറ്റും ഇനിയോതാം ശ്രവിക്ക നീ. ആദ്യമായി പ്രണവം, പിന്നെ വ്യാഹൃതി ത്രിതയത്തൊടും. തത് ഇതി ഋക്ക് ഒത്ത ഗായത്രി കൊണ്ടു താൻ ആചമിക്കുക. ഛന്ദസ്സോത്തോങ്കാരപൂർവം വ്യാഹൃതി ത്രിതയത്തൊടും. ഗായത്രി 3 ഉരുവിനാൽ പ്രാണായാമം നടത്തുക. നാനാപാപൈകശമനം മഹാപുണ്യഫലപ്രദം. പ്രാണായാമത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ഇനിയോതുവൻ. വിരലഞ്ചാൽ സപ്രണവം നാസാഗ്രത്തെ മധിക്കൽ താൻ. വാനപ്രസ്ഥ ഗൃഹസ്ഥന്മാർക്കെഴും പുണ്യതമാം വിധി. യതിക്കും ബ്രഹ്മചാരിക്കും 3 താൻ വിരൽ മുൻപടി. ആപോഹിഷ്ടാദി 3 ഋക്കാൽ പ്രോക്ഷിക്ക കുശവാരിയാൽ. ആപോഹിഷ്ടാദിയാൽ 9 ഓങ്കാരമൊത്തു താൻ. ഋക്ക് അന്തത്തിങ്കലോ പാദാത്തിങ്കലോ ചെയ്യുക മാർജനം. ഓരാണ്ടു ചെയ്ത പാപങ്ങളെല്ലാം പോകും ഇതൊന്നിനാൽ. ആചമിച്ചാശു സേവിക്ക സൂര്യമന്ത്രത്തിനാൽ ജലം. ഏവം അന്ധകരണജം പാപമെല്ലാം നശിച്ചു പോം. പ്രണവം വ്യാഹൃതികളും ഗായത്രിയും അതേവിധം ആപോഹിഷ്ടാദിയും കൊണ്ടും വിധിയുണ്ടാചമിക്കുവാൻ. പയ്യൻ്റെ ചെയ്യുപോലാക്കി കൈത്തലത്തിങ്കൽ നീരുമായി നാസാഗ്രത്തോളവും പൊക്കി വാമകുക്ഷിയിലായി മുനെ. കറുത്ത പാപാത്മാവേ പാർത്ത് ഹൃദം ചേതി ജപിക്കുക. ദ്രുപദാദ്യം മന്ത്രമോദി പിന്നെ തൻ ശ്വാസമാർഗമായി. വലത്തെ നാസയാൽ ആനയിക്ക പാപിയെ വാരിയിൽ. പിന്നെ ആ നീര് നോക്കാതെ ഇടഭാഗത്ത് തൂവുക. സങ്കല്പിക്കുക തന്നെ താൻ പാപവർജിതനായി. തഥാ പിന്നീട് എഴുന്നേറ്റ് 2 പാദവും ചേർത്ത് വയ്ക്കുക. ചൂണ്ടാണി വിരലും തള്ളവിരലും വിട്ട് കൈകളിൽ സൂര്യാഭിമുഖനായി വെള്ളം കോരി ഗായത്രി ഒത്തുടൻ അർഘ്യമർപ്പിക്കണം 3 വട്ടം എന്നൂത്തുതൻ വിധി. ബ്രാഹ്മണർക്ക് തളിച്ചു കുളിക്കുക, പിന്നെ ആചമനം ചെയ്ത് ഊക്കുക, അന്തിയുടിക്കുക, തർപ്പണം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. അതിനൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയുകയാണ്. അപ്പോൾ അതിനൊപ്പം ന്യാസങ്ങളും ഈ പ്രാണായാമാദികളെയൊക്കെ വിസ്തരിച്ച് പറയണം. അസൗ ആദിത്യമന്ത്രത്താൽ ചെയ്യുക. പിന്നെ പ്രദക്ഷിണം ഉച്ചയ്ക്കൊരിക്കലും സന്ധ്യ 2-ലും 3 വട്ടവും. നിവർന്നു നിന്നിട്ടും ഉച്ചയ്ക്കും കുനിഞ്ഞും കൊണ്ട് ഉഷസ്സിലും അന്തിക്കിരുന്നും കൊണ്ടു താൻ അർഘ്യം തൂകണമന്തണൻ. രാവിലെ കുനിഞ്ഞ് നിന്നുകൊണ്ട്, ഉച്ചയ്ക്ക് നിവർന്നു നിന്നുകൊണ്ട്, മുകളിലേക്ക് നോക്കിയിട്ട്, സന്ധ്യയ്ക്ക്
ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഊക്കേണ്ടത് എന്ന് പറയുകയാണ്. അതുപോലെ ഈ 1008 നാമങ്ങൾ ജപിക്കേണ്ടത് 1008 ഗായത്രി ജപിക്കേണ്ടതും ഇങ്ങനെ ഒരു വിധിക്കനുസരിച്ചാണ്. രാവിലെ കുനിഞ്ഞ്, വൈകുന്നേരം ഇരുന്ന്, ഉച്ചയ്ക്ക് നിന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഏവം അർഘ്യങ്ങൾ ഏകാനുള്ളതിൻ ഹേതുമോതിടാം മന്ദേഹർ എന്ന 30 കോടി നിർഘൃണ രാക്ഷസർ ഇച്ഛിപ്പൂ രവിയെ തിന്നാൻ വീരന്മാർ ഘോരപാപികൾ ദേവന്മാരും മുനികളും ഋഷീന്ദ്രന്മാരുമാക്ഷണം മഹാസന്ധ്യയെ ഓർത്തും കൊണ്ട് ഏകുന്നിത് ഉദക അഞ്ജലി ആ നീര വജ്രം പോൽ ചെന്ന് ദഹിപ്പിക്കുന്നു ദൈത്യരെ. മന്ദേഹൻ എന്നുള്ള രാക്ഷസന്മാർ നശിച്ചു പോകട്ടെ. ഞാൻ തരുന്നതായിട്ടുള്ള ഈ ഉദകപൂർവ തർപ്പണങ്ങളാൽ മന്ദേഹർ എന്ന 30 കോടി രാക്ഷസർ നശിച്ചു പോകട്ടെ. ഞാൻ തരുന്നതായിട്ടുള്ള ഈ ഉദകാർപ്പണം കൊണ്ട്, തർപ്പണം എന്നാണ് പറയുക. ഏതായാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രാക്ഷസർ നശിക്കട്ടെ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ കാരണത്താൽ വിപ്രന്മാർ സന്ധ്യോപാസന ചെയ്യുകയാം മഹാപുണ്യപ്രദം ഇതെന്നോതുന്നു നിഗമങ്ങളും അർഘ്യത്തിനംഗമന്ത്രം ഞാനോദാം കേൾക്കുക നാരദ ഇതിനുച്ചാരമാത്രത്താൽ സിദ്ധിക്കും സന്ധ്യ തൻ ഫലം. ഇപ്പോൾ ഇവിടെ ഗായത്രി ദേവിയെ ആവാഹിച്ച് എൻ്റെ ഒപ്പം ഇരിക്കണേ, ഇത് കേൾക്കണേ, എന്നിട്ട് അനുഗ്രഹിക്കണേ, പിന്നെ യാത്രയാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണത്ര ഇത് ചൊല്ലാനൊക്കെ ആയിട്ടേ. അർക്കൻ ജ്യോതിസ്വരൂപൻ ഞാൻ, ശിവൻ ആത്മാവുമാണു ഞാൻ, ആത്മജ്യോതിസ്വരസവും സർവജ്യോതിസ്സുമാണു ഞാൻ. എഴുന്നള്ളുക ഗായത്രി വരദേ ബ്രഹ്മരൂപിണി ജപാനുഷ്ഠാന സിദ്ധ്യർത്ഥം മമാഹൃത്തിൽ കരേറുക. എഴുന്നേറ്റിങ്ങു വരുക, വീണ്ടും അങ്ങ് എഴുന്നള്ളിടാം അർഘ്യത്തിൽ ഇങ്ങു വരിക മമാഹൃത്തിങ്കൽ നിന്നു നീ. അപ്പോൾ എന്നിൽ നിന്ന് തന്നെയാണ് ഗായത്രിയോട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിൽ എത്തിയതിൻ്റെ ശേഷമാണ് ഗായത്രി ദേവിയെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എന്ന് സാരം. ശുദ്ധസ്ഥലിയിലായി പിന്നെ ആസനം വയ്ക്കണം ബുധൻ, വേദാംബയായ ഗായത്രി ജപിക്കണം അതിൻ്റെ മേൽ പ്രാണായാമം ചെയ്തു പിന്നെ ഖേചരി മുദ്രയെ ദ്വിജൻ പ്രാതസന്ധ്യാവിധാനത്തിൽ ധരിക്കേണം മുനീശ്വര. ആ പേരിനർത്ഥവും ചൊല്ലാം സാദരം കേട്ടുകൊള്ളുക നീ. ചിത്തവും ജിഹ്വയും ഖമ്മിൽ സഞ്ചരിക്കുന്നിതവിധം ഭ്രൂമധ്യത്തിൽ ദൃഷ്ടിയേവം ഖേചരി മുദ്ര കീർത്തിതം. ഇല്ല ആസനം സിദ്ധസമം വായുവും കുംഭകോപമം. ഇല്ല ഖേചരിയോടൊത്ത മുദ്രയും സത്യമോതുകിൽ പ്രണവം മണിനാഥം പോലുച്ചരിച്ചഥ വായുവേ ജയിച്ച് നിരഹങ്കാരം വാഴണം സ്ഥിരചിത്തനായി. ഇങ്ങനെ എല്ലാ വിചാരങ്ങളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കി നിർമ്മലചിത്തനായിക്കൊണ്ട് ഞാനെന്നുള്ള ബോധം പോലും വിട്ട് അങ്ങനെ വേണം ഗായത്രി ഉപാസിക്കാൻ. കേട്ടാലും ഇനി ഈ സിദ്ധാസനത്തിന് ലക്ഷണങ്ങളും യോനിസ്ഥാനം അണച്ചു വെച്ചൊരു കുതിക്കാലങ് അതിന്മീതയായി മറ്റേ കാൽവൃഷണം മറയ്ക്കും ഒരു മട്ടായും കയറ്റിയിട്ടുടൻ ഭ്രൂമധ്യാർപ്പിത ദൃഷ്ടി യുഗ്മമിളകാതേകാഗ്രമായി ഇന്ദ്രിയഗ്രാമം വെന്നു നിവർന്നിരിക്കുവതു താൻ സിദ്ധാസനം നാരദ. ഇപ്പോൾ സിദ്ധാസനത്തിലാവാം. ആസനങ്ങൾ 84 ഉണ്ട്, അല്ലെങ്കിൽ 5 ആസനങ്ങൾ പ്രധാനമായിട്ട് സുഖാസനത്തിലിരുന്നാലും മതി എന്നും പറയാറുണ്ട്. ഇനി കുന്തിച്ചിരിക്കാം, അല്ലെങ്കിൽ ഈ കാല് രണ്ടും ഈ കാലിൻ്റെ തൃത്തുടയിൽ വെച്ചുകൊണ്ട് ഇരിക്കാം. ഛന്തോജനനിയാം ദേവി ഗായത്രി വരദായിനി വേദസന്നിഭമീ സ്തോത്രാക്ഷരത്തിൽ എഴുന്നള്ളുക. പകൽ ഞാൻ ചെയ്തോരാ പാപം അതേ പകൽ നശിക്കണേ, രാത്രി ഞാൻ ചെയ്തോരാ പാപം രാത്രിയിൽ താൻ നശിക്കണേ. സർവവർണേ മഹാദേവി സന്ധ്യേ വിദ്യേ സരസ്വതി നിത്യയൗവന സമ്പന്നേ സർവേശ്വരി നമോസ്തുതേ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഇരുന്നതിൻ്റെ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം. തേജോസി ഇത്യാദി മന്ത്രത്താൽ ആവാഹിക്കുക ദേവിയെ, നിൻ പേരിൽ ചെയ്യും ഈ കർമ്മമെല്ലാം സമ്പൂർണ്ണമാവണം. അപ്പോൾ അതാണ് ഗായത്രി എന്നുള്ളത് ഒരു ഛന്ദസ്സാണ്. അപ്പോൾ ആ ഛന്ദസ്സിൽ എഴുന്നള്ളണേ. ഓം ഭൂർഭുവസ്വ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ എന്ന മന്ത്രം, ഗായത്രി മന്ത്രം 24 അക്ഷര. അത് ജപിക്കുമ്പോൾ പകൽ ചെയ്ത പാപം നശിക്കണം. രാവിലെ ജപിക്കുമ്പോൾ, വൈകുന്നേരം ജപിക്കുമ്പോൾ ഈ രാത്രിയിലേക്കുള്ള പാപങ്ങളും കൂടി നശിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ആ ദിവസത്തെ മുഴുവൻ പാപങ്ങളും നശിക്കണം. ഇങ്ങനെ 1008 ഒരു വർഷത്തെ പാപം മുഴുവൻ ഇല്ലാണ്ടാവും. അത് 3 3 വർഷത്തെയായി. 3024 3 വർഷത്തെയായി എന്നർത്ഥം.
തേജോസീത്യാദിമന്ത്രത്താൽ ആവാഹിക്കുക ദേവിയെ നിൻ പേരിൽ ചെയ്യുമീ കർമ്മമെല്ലാം സമ്പൂർണമാവണം. പിന്നെ ശാപവിമോക്ഷത്തിൻ ക്രമവും ചെയ്തു കൊള്ളുക. ബ്രഹ്മശാപവും അവണ്ണം വിശ്വാമിത്രൻ്റെ ശാപവും വസിഷ്ഠശാപവും മൂന്നുണ്ടേവം ശാപങ്ങൾ നാരദ. ബ്രഹ്മസ്മരണ മാത്രത്താൽ ബ്രഹ്മശാപം അകന്നുപോം. വിശ്വാമിത്ര സ്മരണയാൽ തീരും ആ ശാപവും തഥാ വസിഷ്ഠസ്മരണം കൊണ്ട് തീർന്നു കിട്ടും അതും മുനേ. അപ്പോൾ 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ശാപങ്ങൾ 3 വിധത്തിലാണ്. ബ്രഹ്മർഷി, ദേവർഷി, രാജർഷി. ഇപ്പോൾ രാജർഷിയാണ് വിശ്വാമിത്രൻ എന്നാണ് പറയുക, ബ്രഹ്മർഷിയാണ് വസിഷ്ഠൻ എന്ന് പറയും. അപ്പോൾ ഋഷിമാരെ ദേവർഷി, ബ്രഹ്മർഷി, രാജർഷി. ദേവർഷിയാണല്ലോ നാരദനൊക്കെ. അപ്പോൾ നാരദൻ, ബ്രഹ്മാവ് ഒക്കെ ദേവർഷിയാണ്. ഇപ്പോൾ ദേവർഷി, രാജർഷി, ബ്രഹ്മർഷി അങ്ങനെയുള്ള ഋഷിമാരുടെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടാവും. നമ്മുടെ കർമ്മങ്ങൾ അത്ര ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ശാപങ്ങളൊക്കെ ഇല്ലാണ്ട് ആവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ഈ സ്മരണ ഉണ്ടായാൽ മതി. സത്യാത്മകൻ സർവജഗൽ സ്വരൂപൻ അവർണ്യനേകൻ പുരുഷൻ പ്രമാണം ചിദ്രൂപനാം പരമാത്മസംജ്ഞൻ തന്നെ സ്മരിപ്പൂ ഹൃദി സർവദാ ഞാൻ. ആ ഭഗവാനെയാണ് പരബ്രഹ്മം എന്ന നിലയ്ക്ക് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ അങ്ങനെയുള്ള സൂര്യനാരായണനെ ഞാൻ സ്മരിക്കുന്നു. സന്ധ്യാംഗന്യാസവിധി ഞാൻ ഇനി ഓതാം മുനീശ്വര. മന്ത്രങ്ങളെല്ലാം പ്രണവം ആദ്യം ചേർത്ത് ഉച്ചരിക്കണം. ഇപ്പോൾ ഓം ഭൂം നമ ഇങ്ങനെയാണ് വേണ്ടത്. ഓം ഭൂം നമ, ഓം ഭുവസ്വ, ഓം ഭുവ നമ, ഓം സ്വ നമ, ഓം മഹ നമ, ഓം ജന നമ, ഓം തപ നമ, ഓം സത്യ നമ. ഇങ്ങനെ ഓം ഭൂവെന്നോതിയിട്ടു കാൽ രണ്ടിൽ നമസ്സോതി ന്യസിക്കണം. കാൽമുട്ടിൽ ഭുവ എന്നോതി സ്വ എന്നു കടിയിങ്കലും മഹാശബ്ദം നാഭിയിലും ജന എന്നോതി മാറിലും കണ്ഠത്തിങ്കൽ തപസ്സെന്നായി സത്യമെന്നോതി നെറ്റിമേൽ അങ്കുഷ്ടത്തിൽ തൽ സവിതോ ചൂണ്ടോന്നിയിൽ വരേണ്യവും ഭർഗോ ദേവസ്യ എന്നായി മധ്യമയിൽ പിന്നെ ധീമഹി അനാമിയിൽ ധിയോയോ എന്ന കനിഷ്ഠികയിലും തഥാ പ്രചോദയാൽ എന്ന് ഉള്ളം കൈയിങ്കലും കൈപ്പുറത്തുമായി നമോന്ത്യമായി തൽ സവിതു ബ്രഹ്മാത്മാവിനു ഹൃത്തിലും വിഷ്ണു ആത്മാവിനു തലയിൽ വരേണ്യം കൊണ്ടും അങ്ങനെ രുദ്രാത്മാവിനു ശിഖയിൽ ഭർഗോ ദേവസ്യ ചൊല്ലിയും ശക്തി ആത്മാവിനു കവചം കൊണ്ട് ധീമഹി യോതിയും കാലാത്മാവിന് തൻ കണ്ണിൽ ധിയോയോ എന്ന കഥിച്ചുമേ പ്രചോദയാൽ എന്ന അസ്ത്രം സർവാത്മാവിനും ന്യസിക്കുക. അക്ഷരന്യാസമിനി ഞാനോതാം കേൾക്കുക നാരദ. ഗായത്രി അക്ഷരവിന്യാസക്രമം പാപഹരം പരം. അപ്പോൾ 24 അക്ഷരങ്ങളാണ്. അത്രയും ന്യാസം ചെയ്യാം. അപ്പം അത് പാപം മുഴുവൻ നശിക്കും. ആദ്യം പ്രണവമോദിയിട്ട് വേണം ന്യാസമൊക്കെയും. ഓം തൽ നമ, ഓം സ നമ, ഓം വി നമ, ഓം തു നമ, ഓം വ നമ. ഇങ്ങനെ ഓം ആദ്യം പ്രണവമോദിയിട്ട് വേണം ഈ ന്യാസമൊക്കെയും. ഓം തൽക്കാരം കൊണ്ട് പാദാങ്കുഷ്ടത്തിങ്കൽ ഞെരിയാണിയിൽ സകാരത്തിൽ വികാരത്തിൽ കണങ്കാലിൽ ന്യസിക്കണം. തൂകാരം കാൽമുട്ടിലും തൻ തുടരണ്ടിൽ വകാരവും ഗുദത്തിലായി രേകാരം തൻ ലിംഗത്തിന്മേൽ ണികാരവും ണ്യം എന്നാണ്. ഓം ഭൂർഭുവസ്വ തല സവിതുർ വരേണ്യം. അപ്പോൾ അതിൽ ണികാരം എന്നാണ്, ണ്യം എന്നാണ്. അതുപോലെ ണി യ. അപ്പോൾ ആ നിലയ്ക്കാണ് ണികാരം ലിംഗത്തിൽ, യകാരം കടിദേശത്തിൽ, രണ്ടും രണ്ടാക്കി. ഗുദത്തിലായി രേകാരം തൻ ലിംഗത്തിന്മേൽ ണികാരവും യകാരം കടിദേശത്തിൽ ഭകാരം നാഭിങ്കലും ഗോകാരം ഹൃദയത്തിങ്കൽ ദേകാരം മുലരണ്ടിലും വകാരം നെഞ്ഞുകുഴിയിൽ കണ്ഠത്തിങ്കൽ സൃകാരവും കണ്ഠത്തിങ്കൽ സ്യകാരവും ഭർഗോ ദേവസ്യ അതാണ്. കണ്ഠത്തിൽ സ്യകാരവും ധീകാരം മുഖദേശത്തിൽ മകാരം നിജ ജിഹ്വമേൽ ഹികാരം നാസികാഗ്രത്തിൽ ധികാരം 2 കൺകളിൽ യോകാരം ഭ്രൂ നടുവിലും അതു താൻ നെറ്റിയിങ്കലും യോയോ ന പ്രചോദയാൽ അതാണ്. യോഗാരം നെറ്റിയുടെ മധ്യത്തിലും നെറ്റിയിലുമായിട്ട് 2 യകാരം. പുരികത്തിൻ്റെ മധ്യത്തിൽ യോഗാരം, അവിടെ ആജ്ഞാചക്രം, അതിൻ്റെ തൊട്ട് മീതെയായിട്ട് ഭാലത്ത്, അത് നെറ്റിത്തടം. അപ്പോൾ 2 യോയോ എന്ന് വരും. യോഗാരം ഭ്രൂ നടുവിലും യോഗാരം താൻ നെറ്റിയിങ്കലും മൂക്കിനു കീഴായി മേൽചുണ്ടിൽ നകാരം വലഭാഗമായി പ്രകാരം പിൻവശത്തിങ്കൽ ചോകാരം ഇടഭാഗമായി ദകാരം മൂർധ്നി ആകാരം തകാരം വ്യാപകം തഥാ. ഈ ന്യാസവിധി ചെയ്യാറില്ല ഏതാനും ജപതൽപരർ. ന്യാസം കഴിഞ്ഞാൽ ധ്യാനിക്കുക ദേവിയാം ജഗദംബയെ. അപ്പോൾ ഈ പറഞ്ഞ അനവധി വിധികളുണ്ടല്ലോ, അതൊന്നും എല്ലാ ബ്രാഹ്മണരും എല്ലായ്പ്പോഴും ചെയ്യാറില്ല. വളരെ ആരെങ്കിലും വല്ല തപസ്വികളൊക്കെ ഉണ്ടോ എന്ന് വെച്ചില്ല, ബാക്കി ആരും അങ്ങനെ ചെയ്യാറുണ്ടാവില്ല. അതിൻ്റെ ഒരു എളുപ്പമല്ല, അത് മുഴുവൻ ചെയ്തുണ്ടാക്കാനും അറിയാനും ഒന്നും എളുപ്പമല്ല.
ഓം ചെമ്പരത്തിപ്പൂവിനൊത്ത നിറമാളും മഹേശ്വരി പൊൽ താമരപ്പൂവിൽ വാഴും രക്തചന്ദനഭൂഷിത 4 കൈ 4 മുഖവും രക്തമാല്യാംബരങ്ങളും ദ്വിനേത്രവും സൃക്സ്രുവങ്ങൾ കിണ്ടിയും ജപമാല്യവും സർവഭൂഷകളും പൂണ്ടോൾ ഋഗ്വേദത്തെ ഉതിർക്കുവോൾ ഹോമാഗ്നി മധ്യസ്ഥ ഹംസസ്ഥിതയാം ബ്രഹ്മദേവത 4 കാലും കുക്ഷി 8 തല 7 ശിവ നേത്രം അഗ്നി കചം രുദ്രൻ ചിത്തം വിഷ്ണുവുമായവൾ ബ്രഹ്മാവ് അവൾക്ക് കവചം ഗോത്രം ശാഖായനം സ്മൃതം രവിമണ്ഡല മധ്യത്തിലേവം ധ്യാനിക്കുക അമ്പയെ വേദമാതാവായ ഗായത്രിയെ ഏവം നിനച്ചുടൻ ദേവി പ്രീതികരം മുദ്രാവിധാനം ചെയ്യണം ശുഭം. അപ്പോൾ ഇവിടെ രാവിലെ ഋഗ്വേദം, ഉച്ചയ്ക്ക് യജുർവേദം, സന്ധ്യയ്ക്ക് സാമവേദം, ഇങ്ങനെയൊക്കെയാണ് നിയമം. ഇപ്പോൾ ഇവിടെ ചുവപ്പ് നിറം, ചുവന്ന മാല, ചുവന്ന വസ്ത്രം, 2 കണ്ണ്, താമരയിലിരിക്കുന്നു അമ്മ, സൃക്സ്രുവം കമണ്ടലു ജപമാല, അതുപോലെ 4 കാല് 4 കൈ 4 മുഖം സർവാഭരണ വിഭൂഷിത, ഋഗ്വേദം ചുണ്ടിൽ, ഹൃദയത്തിലെ വിഷ്ണു, ബ്രഹ്മാവസ്ഥയാണ് അമ്മയ്ക്ക്, 8 വയറ് 8 ദിക്ക് 7 തല 7 ഊർധ്വലോകം 7 ധാതു, മുടി രുദ്രനായിട്ട്, ബ്രഹ്മാവ് കവചമായിട്ട്, ഇങ്ങനെയൊക്കെ ധ്യാനിക്കണം രാവിലത്തെ നേരം അമ്മയെ. എന്നിട്ട് വേണം സഹസ്രാവൃത്തിയൊക്കെ ചെയ്യാനായിട്ട്. ഇനി 24 മുദ്രകളെയാണ് പറയണത്. മുദ്രകൾ കുറേ ഉണ്ട്. അത് 108 എന്തൊക്കെ കണക്കുണ്ട്. 64 മുദ്ര വേറെയുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മുഴുവനൊന്നും നമുക്കും അറിയില്ല. അതൊക്കെ കഥകളിയോ മോഹിനിയാട്ടോ അങ്ങനെയൊക്കെ പഠിക്കുന്നവർ, കുറച്ച് വിസ്തരിച്ച് പഠിക്കുന്നവർ, ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ, നൃത്തശാസ്ത്രം, അപ്പം അത് അങ്ങനെ പഠിക്കും. ശ്രീ മഹാദേവ്യൈ നമ. ഓം സമ്മുഖം സമ്പുടം പിന്നെ വിതതം വിസ്തൃതം തഥാ ദ്വിമുഖം ത്രിമുഖം പിന്നെ ചതുഷ്പഞ്ചമുഖങ്ങളും ഷൺമുഖാധോമുഖാഖ്യങ്ങൾ വ്യാപകാഞ്ജലികാഖ്യവും ശകടം യമപാശാഖ്യം ഗ്രഥിതം സമ്മുഖോന്മുഖം വിളംബം മുഷ്ടികം പിന്നെ മത്സ്യം കൂർമ്മം വരാഹവും സിംഹാക്രാന്തം മഹാക്രാന്തം മുദ്ഗരം പല്ലവാഖ്യവും 2 പത്തും 4 ഗായത്രി മുദ്ര കാട്ടണം. ഗായത്രി 100 അക്ഷരം ചേർത്ത് 1 വട്ടം ജപിക്കണം. അപ്പോൾ ഗായത്രി 100 അക്ഷരം എന്ന്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ 24 24 48 48 48 96 അങ്ങനെ അല്ല. ഇവിടെ ഗായത്രി, ത്രിഷ്ടുപ്പ്, ത്രയംബകം, ഇങ്ങനെ ഗായത്രിക്ക് 24, ത്രിഷ്ടുപ്പിന് 44, ത്രയംബകത്തിന് 32 അക്ഷരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വിധിയുണ്ട്. അത് 3 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 100 എന്നാണ് വരിക, പൂർണ്ണം എന്ന് വരും. അപ്പോൾ അങ്ങനെ ജപിക്കണം എന്നാണ്. 2 10 4 ഏവം ഗായത്രി മുദ്ര കാട്ടണം. ഗായത്രി 100 അക്ഷരം ചേർത്ത് 1 വട്ടം ജപിക്കണം. 2 10 4 അത്രേ ഗായത്രിക്ക് 7 അക്ഷരം. ജാതവേദസ് എന്നൊരു ഋക്കം 44 അക്ഷരം. ത്രയംബകം മന്ത്രവും തഥാ 32 അക്ഷരം. കൂട്ടിച്ചേർത്താൽ 100 തന്നെ ഗായത്രിക്ക് അക്ഷരം വരും. ഏറ്റവും പുണ്യമീ മന്ത്രം 1 വട്ടം ജപിക്കണം. ഓം ഭൂർഭുവസ്വ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഓം ജാതവേദസ്യ സുനവാമ സോമം രാധീയതോ നിദഹാദിവേദ സന പരിഷദതി ദുർഗാണി വിശ്വാൻ ആവേവസന്ധം ദുരിതാത്യഗ്നി. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർ മുക്ഷീയമാമൃതാൽ. ഇങ്ങനെയാണ് 3 മന്ത്രങ്ങൾ. അത് 1 വട്ടെങ്കിലും ജപിക്കണം എന്ന് പറയുകയാണ്. അപ്പം 100 തികഞ്ഞു. ഓങ്കാരവും വ്യാഹൃതികൾ 3 ഓതിയിട്ട് അനന്തരം 2 10 4 ഗായത്രിയെ ജപിക്കുക. ഏവം നിത്യം ജപിക്കുന്ന ഭൂസുരോത്തമനാം ഒരാൾ സന്ധ്യോപാസന തൻ പൂർണ്ണ ഫലമാർന്നു സുഖിച്ചിടും. സന്ധ്യോപാസനം എന്ന 16-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. അപ്പോൾ 100 അക്ഷരമുള്ള ഈ മന്ത്രത്രയം ആദ്യവും ഒടുക്കും ജപിക്കണം. എന്നിട്ട് വേണം സമർപ്പിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് 1008 ഗായത്രി ജപിക്കുക. അപ്പോൾ പൂർണ്ണഫലം കിട്ടുമെന്ന് ഈ അധ്യായം കൊണ്ട് പറഞ്ഞു. ഇനി 17-ാമത്തെ അധ്യായം തൊട്ട് നമുക്ക് അടുത്തതിൽ പാരായണം ചെയ്യാം. ഓം ശ്രീ മഹാദേവി നമ. ഗായത്രി വിസ്താരമാണ്. അത് ദേവി ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 16-ാം